നഷ്ടപ്പെട്ട CPM ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലൂടെ ആഞ്ഞടിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ശക്തമായ മത്സരം പ്രതീക്ഷിച്ച വടകരയിലും കണ്ണൂരിലും CPM തകർന്നടിയുകയായിരുന്നു. കൊല്ലത്തും വയനാട്ടിലും ഇടുക്കിയിലും ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലായി CPM. ന്യൂനപക്ഷങ്ങളെ തങ്ങളോടടുപ്പിച്ച് വോട്ട് നേടാമെന്നുള്ള ശ്രമം പാടെ അണഞ്ഞു. പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും ഇടതുമുന്നണി പിന്നോക്കം പോയതിന്റെ ഭയം ഇടതുമുന്നണിയെ വിട്ടുമാറിയിട്ടില്ല. ഇതാണ് കേരളത്തിലെ ജനത ഇടതു സർക്കാരിന് നൽകിയ ശിക്ഷ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചതും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ നൽകാൻ കഴിയാതെ പോയതുമാണ് ഇക്കുറി തിരിച്ചടിയായത് എന്ന് പറയാം. ക്ഷേമ പെൻഷൻ നൽകാൻ വൈകിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. നവകേരള നടത്തിപ്പും അതിനുവേണ്ടി കോടികൾ ചെലവിട്ടതും ജനങ്ങളെ ചിന്തിപ്പിച്ചു. കൂടാതെ തെരഞ്ഞെടുപ്പ് നാളിൽ പൊങ്ങിവന്ന EP വിവാദവും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. ചുരുക്കത്തിൽ ജനങ്ങൾ എണ്ണി പകരം വീട്ടി എന്ന് പറയാം.